ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇന്ന് നടന്ന SSLCയുടെ മോഡൽ എക്സാമിൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ ആൻസർ കീയാണ്. സോ ആൻസർ കീയിൽ നോക്കാം. ഒന്നാമത്തേതിൻ്റെ ആൻസർ ശരീരം, രണ്ടാമത്തേത് ദസ്തയോവ്സ്കി, മൂന്നാമത്തേത് ഉള്ളതുപോലെ പറയാൻ, നാലാമത്തേത് സഹായം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പ്രയാസമായിട്ടൊന്നുമില്ല, അഞ്ചാമത്തേത് സുഖത്തിൻ്റെ ഉദയം, ആറാമത്തേത് സഹിക്കുന്ന ഭൂമിയെപ്പോലെ സർവം സഹായമാണ് അമ്മ. ഇനി ഏഴാമത്തേതിൻ്റെ ആൻസറാണ് അക്കാലത്തെ സാമൂഹിക അസമത്വം, ചവറിൻ്റെ വില പോലും ഇല്ലാത്ത മനുഷ്യജീവിതം. ഇനി എട്ടാമത്തേതിൻ്റെ ആൻസറാണ് സമൂഹത്തിന് വേണ്ടി സർഗാത്മക ശക്തി ഉപയോഗിക്കുന്ന യുഗത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി തൂലികയുടെ ചൈതന്യം ഉപയോഗിക്കുന്നു. ഇനി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം MEC സ്ഥലത്തിൻ്റെ 4 കുട്ടികളും കോളേജ് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അപ്പോൾ സെക്രട്ടറിയായി വന്ന സുധീറിനെ അവരുടെ 5ാമത്തെ ഒരു മകനായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നിങ്ങൾ അവരുടെ ദുഃഖം, കുട്ടികൾ പിരിഞ്ഞിരിക്കുന്ന ഒരു ദുഃഖവും തലത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളും ലേഡി തലത്തിൻ്റെ ജീവിതമൊക്കെയാണ് അപ്പോൾ ഇതിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി 10ാമത്തേതിൻ്റെ ഉത്തരമാണ്, അതായത് യുദ്ധം തികഞ്ഞ ഒരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നത്. യുദ്ധത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അശ്വത്ഥമാവ് കൂട്ടക്കൊല ചെയ്തതിനു ശേഷം ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തെ ഒരു ഭീകര അന്തരീക്ഷത്തിലേക്കാണ് നയിച്ചത്. അപ്പോൾ സ്നേഹം കൊണ്ട് ഒന്നായവർ പോലും അടിമപ്പെട്ടാൽ ഉണ്ടാവുന്ന വിപത്ത്, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി 11ാമത്തേതിൻ്റെ ഉത്തരമാണ് കാണപ്പെടുന്ന ലോകം വാസ്തവമല്ല, ഐശ്വര്യവും യൗവനവും സ്ഥിരമല്ല, ലോകജീവിതം സ്വപ്ന തുല്യമാണ്, കുടുംബത്തിലെ കൂടിച്ചേരൽ താൽക്കാലിക മാത്രമാണ്. ഇനി 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓരോ ദുരന്തവും, അതായത് ദുരിതങ്ങൾ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. ദസ്തയോവ്സ്കിയുടെ ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണങ്ങൾ, ദുരിതങ്ങളെ ദസ്തയോവ്സ്കി സമീപിച്ച ആ രീതിയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അപ്പോൾ കടൽ തീരത്ത് എന്ന പാഠഭാഗത്തിൻ്റെ അതിൻ്റെ ആഖ്യാന ശൈലിയുടെയൊക്കെ സവിശേഷതയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇപ്പോൾ വെള്ളായപ്പനും നീലിയും, വെള്ളായപ്പനും മലയ്ക്കാരും, അതുപോലെ തന്നെ വെള്ളായപ്പനും കണ്ടുണ്ണി തുടങ്ങിയവരുടെയൊക്കെ ഒരു തമ്മിലുള്ള കാണുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ വളരെയധികം ആഖ്യാന ശൈലി ഉളവാക്കുന്നവയാണ്. അടുത്തത് 14ാമത്തെയാണ് പാപിയായ ങ്യാങ് വാൾങ്യാങ്ങിനെ ചെയ്ത പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പാപികളെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നല്ല മനസ്സ് ഉടമകളാക്കി മാറ്റുകയാണ് ഇവിടെ മെത്രാൻ്റെ ശ്രമം. ആ ഓജസ്സും തേജസ്സൊക്കെ ഉള്ള ബാലൻ അത് തൻ്റെ മകനാണോ എന്ന് ദുഷ്യന്തന് ഒരു സംശയം തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് തീർച്ചപ്പെടുത്തുവാനും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി അടുത്ത 16ാമത്തേതിൻ്റെ വരികളിലെ സന്ദർഭം തിരിച്ചറിയുന്നുണ്ടുള്ള നിങ്ങളുടെ കുറിപ്പും കഥയുടെ ആഖ്യാന ശൈലിയുടെ സവിശേഷത തുടങ്ങിയവയൊക്കെയാണ് നിങ്ങൾ 6 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വേണം എഴുതുവാൻ. ഇനി 17ാമത്തേതിൻ്റെ ഉത്തരത്തിൽ നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ കവിയെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകണം. പിന്നെ കവിതയുടെ ഇൻഡെക്സ് നിങ്ങൾ എഴുതണം, കവിതയുടെ പ്രമേയം അതൊക്കെ നമ്മൾ എഴുതണം. പിന്നെ അതിൻ്റെ പ്രസക്തി, ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് അതിൻ്റെ പ്രസക്തി എഴുതുക. പിന്നെ സമകാല അതുമായി ബന്ധപ്പെട്ട കവിതകളെന്നൊക്കെ പറ്റി നിങ്ങൾ എഴുതുക. പിന്നെ അത് നിങ്ങൾ പഠിച്ച അതൊക്കെ പറ്റി നിങ്ങളത് എഴുതി വെക്കുക. അപ്പോൾ ഞാനിന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ അതുപോലെ തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. ഇപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചേക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇപ്പം നമ്മുടെ ആൻസറിൻ്റെ അകത്ത് ആ പോയിൻറ്റ്സൊക്കെ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണെങ്കിൽ നിങ്ങൾ 3 ലൈൻ കൊണ്ട് നിർത്തുക. 4 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഹാഫ് പേജും 6 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു 1.5 പേജൊക്കെ വേണം എഴുതുവാൻ വേണ്ടി. അപ്പോഴേ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ വായിച്ച് പഠിച്ച ആ കഥകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിന് അതിനനുസരിച്ചുള്ള ആൻസർ വേണം എഴുതുവാൻ. പിന്നെ എപ്പോഴും മലയാളം എക്സാംസിൻ്റെയൊക്കെ നിങ്ങൾ ആൻസർ ഇപ്പോൾ 4 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ആൻസേഴ്സൊക്കെ വരാൻ നേരത്ത് ഇപ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് ആ ലെസൺ എഴുതിയ ആളുടെ പേരും അദ്ദേഹത്തിനെ പറ്റി 2-3 വരി നിങ്ങളെല്ലാം എല്ലാ ലെസനെ പറ്റി നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇത്തിരി എഴുതാൻ കിട്ടും. അപ്പോൾ അത് ഇത്തിരി 1/2 പേജൊക്കെ നിങ്ങൾക്ക് അത് തികയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചാൽ കാണുന്ന ടീച്ചേഴ്സിന് അതൊരു ഇമ്പ്രഷനാണ് കാണിക്കുന്നത്.